friends, I am Lino. Welcome to our Nia Lino Nature. ഫ്രണ്ട്സ് ഇപ്പച്ചി ഇന്ന് ചന്തക്കുന്നിക്ക് പോവേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പച്ചി എങ്ങോട്ടാണ് പോണേ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ ഇമ്മച്ചനോട് പറഞ്ഞിട്ട് ഇപ്പച്ചനൊപ്പം പോന്നതാട്ടോ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തുമ്പോൾ കാണാം. അവിടെ പിന്നെ കളകളേക്കാരം. അപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ അറിയില്ല. ഇപ്പം കോയിൻ്റെ അപ്പം അവിടെ കളിച്ചു തിരിക്കേനി. ഞാനും ഇപ്പച്ചും വെല്ലം അങ്ങനെ പോന്നു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോണത് വൃന്ദാനത്തേക്കാണ്. വൃന്ദാനം കേട്ടാൽ തന്നെ ചാടി വരും കേട്ടോ. ഞങ്ങൾ കുറേ ഞങ്ങളെന്നും കാണിക്കുന്ന പട്ടികളൊക്കെ അവിടെ ഉണ്ടായിന്. അവരാദ്യം തല്ലുവിടേന് കേട്ടോ. പിന്നെ ഞങ്ങൾ മുമ്പ് കുറച്ച് അവർ നിന്നു. പിന്നെ ഞങ്ങൾ മുമ്പ് കുറച്ച് പോയപ്പോൾ പിന്നെയും ഒരു തല്ലുവിടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ 2-3 പട്ടികൾ പിന്നെയും കണ്ടു. ഇപ്പച്ചീൻ്റെ പിന്നാലെ ഇങ്ങനെ വട്ടം ചുറ്റുണ്ടായിനി. അപ്പോൾ ഇപ്പച്ചി ഓരോ ബാക്ക് കൂടെ പോയിട്ട് 2 സ്റ്റെപ്പ് അങ്ങനെ വെച്ചപ്പോൾ ഓരോ മെല്ലെ പാനും പോയിട്ടോ ചാടി പോകുന്നുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മിൽത്താത്താനും മിച്ചുവിനെയും നല്ലമ്മാനൊക്കെ കണ്ടു. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മടങ്ങി വരികയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഞാനിവിടുന്ന് കാക്ക കൂടുണ്ടാക്കാനില്ലേ കുറച്ച് കമ്പൊക്കെ കൊണ്ടുപോകണം ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അത് പറഞ്ഞുപോയി എടുത്തിട്ട്. ഫ്രണ്ട്സ്, ഇതൊക്കെ ഭയങ്കര മടിയാട്ടോ വീഡിയോ എടുക്കാൻ. ഞാൻ പറയുന്നതും പറയും നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാം. ഇതൊക്കെ പക്ഷേ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബിലൊന്നും വീഡിയോ എത്ര വരാത്ത. ഇനി ഞാനൊന്നും എടുക്കും തന്നെ കൂട്ടാതെ ഈ വീഡിയോ എടുത്ത പോലെ. ഇതിൽ ഇതൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഇരുട്ടൊക്കെ ആവാനായിട്ടോ പോസ്റ്റത്തെ ലൈറ്റൊക്കെ കത്തി. പിന്നെ ഞങ്ങൾ പട്ടീനെ കണ്ട സ്ഥലം കാണിച്ചു. ഇവിടെ നിന്നാട്ടോ ഫ്രണ്ട്സ് പട്ടീനൊക്കെ കണ്ടത്. ഇപ്പച്ചീൻ്റെ ഇവിടെ അത് സ്റ്റക്കായി നിന്നു കേട്ടോ. പിന്നെ ഇപ്പച്ചി ഇങ്ങനെ ആക്കിയപ്പോൾ അത് പെട്ടെന്ന് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ മെയിൻ റോഡിലേക്കാട്ടോ ചാടാൻ പോകുന്നത്. മെയിൻ റോഡല്ല, നമ്മളെ ആ മുക്കട്ടേൻ്റെ അവിടെ എത്തും. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം കാണിച്ചുതരാം കേട്ടോ. അവിടെ കണ്ണാടിയാണ് വണ്ടികൾക്ക് ഒന്നും കാണാൻ പറ്റാത്തത്. അതൊക്കെ പൊട്ടിയിട്ടോ. പൊട്ടിയ കണ്ണാടി കണ്ടോ. ഇനി ഞങ്ങൾ മെയിൻ റോഡ് ചാടട്ടോ. കണ്ടോ ഫസ്റ്റത്തെ ലൈറ്റൊക്കെ കത്തി. ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ അവിടെ കുറേ ലൈറ്റ് കത്തുന്ന ഒരു കോഫി കഫേയാണ്. നിങ്ങൾ കണ്ട അവിടെ പേര് എഴുതിയതൊക്കെ. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ചായ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട. ഫ്രണ്ട്സ്, ഞങ്ങൾ എന്നും കാണിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും അവിടെ ഉണ്ടാവില്ലേ, ഇരുട്ടാവാനായില്ലേ. അവരിപ്പം ആ ഒരു പ്ലാന്റ് അവിടെ എന്തോ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നത് എനിക്ക്. അത് റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് വന്നിട്ടോ. അവിടെ ഉണ്ടോ കുട്ടികൾ അവിടെ നോക്കിക്കുന്നുണ്ടോ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. എന്തെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങളെ കണ്ട് ക്രോസ് ചെയ്തു. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ല കുറച്ച് കുട്ടികളെ. അതാ അവിടുത്തെ 2 ഒന്ന് ഉണ്ടാവും. അതിനൊന്നും കാണില്ല കേട്ടോ. എന്നാലും പിന്നാലെ വരുന്നുണ്ടാവും. അത് ഞങ്ങൾ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. എപ്പോഴും അതവിടെ നോക്കിക്കാണ് നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടോ നോക്കാൻ. പക്ഷേ ആപ്പിളാണ് ഞങ്ങൾ വാങ്ങിയ ബിസ്ക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ആപ്പിൾ പക്ഷെ അത് തിന്നുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചാൽ തിന്നൊക്കെ, പക്ഷെ അത് തിന്നില്ല. ഇനി നമുക്ക് പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളെ കൂട്ടിക്ക് എത്തിയിട്ടോ. ഞങ്ങൾ കുറേ തപ്പി ഇങ്ങോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അവസാനം എപ്പോഴാണ് കണ്ടുപിടിച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവരെ തിരഞ്ഞാണ് നിൽക്കാനും അപ്പോഴെപ്പോൾ കണ്ടത്. ഇന്നെ കാണാതെ എന്നോട് മുണ്ടാതെ
പതുക്കെ പോയി വീഡിയോ എടുക്കും. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ കണ്ടെത്തിയ ഫ്രണ്ട്സ് ഇതാ ഞങ്ങളുടെ വല്ലപ്പുഴ ടൗൺ കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് രാവിലെ പോലെ ആയിട്ടുണ്ട് കണ്ടോ. സൂപ്പർ ലൈറ്റാണ്, കണ്ടാൽ മതി. അടിപൊളി ലൈറ്റാണ്. കുറേ സ്റ്റോറുണ്ട്. ഇവിടെ ATM ഉണ്ട്, ഇവിടെ വേറെ കട ഉണ്ട്, ഇവിടെ വേറെ കട ഉണ്ട്, ഇവിടെ വേറെ കണ്ട്, ഇവിടെ വേറെ ഉണ്ട്, അവിടെ വേറെ അങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വല്ലപ്പുഴ ടൗൺ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇതാ കടയിൽ പോയിട്ട് ആപ്പിളും പാലും വാങ്ങിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇതാണ് ജീരക മിഠായി. ഈ കടയിൽ നിന്ന് കിട്ടുന്ന ജീരക മിഠായി ഉണ്ടാവില്ലേ, നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോകുമ്പോൾ അവിടുത്തെ ജീരക മിഠായി ഇട്ടത്. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലെത്താനായി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര എല്ലാവരും മെയിനായിട്ട് സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടത്തോട് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.